ഏവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് എന്ന മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ വിഷം തന്നെയാണ്. ശരീരത്തിന് മയോണൈസ് വരുത്തുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുട്ടികളിലായാലും മുതിർന്നവരിലായാലും മയോണൈസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വസ്തുവാണ്. ബർഗർ, പിസ്സ, മോമോസ്, ഷവർമ, അൽഫാം എന്നിവയ്ക്കെല്ലാം മയോണൈസ് ഇല്ലെങ്കിൽ പൂർണ്ണതയില്ലാതായി തോന്നാം. അത്രയും ബന്ധമാണ് മയോണൈസ് ഈ ഭക്ഷണങ്ങളോടൊപ്പം. ചിലർ മയോണൈസ് സാൻഡ്വിച്ചിനും പാസ്തയ്ക്കും ഒപ്പം കഴിക്കാറുണ്ട്. മയോണൈസിന്റെ ക്രീം ഘടന മിക്ക ആളുകളും ഇഷ്ടപ്പെടുന്നു. എന്നാൽ മയോണൈസ് നമ്മുടെ ആരോഗ്യത്തിന് ആരോഗ്യകരമാണോ അല്ലയോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് മയോണൈസ് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ദോഷത്തെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മയോണൈസ് അമിതമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് പലവിധ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇക്കാരണത്താൽ നിങ്ങൾക്ക് ഗുരുതരമായ പല രോഗങ്ങളും അലർജികളും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ മയോണൈസ് കൂടുതൽ കഴിച്ചാലുള്ള പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് മയോണൈസ്? എണ്ണ, മുട്ടയുടെ മഞ്ഞക്കരു, ഏതെങ്കിലും അസിഡിറ്റി ഉള്ള ദ്രാവകം, അതായത് നാരങ്ങനീര് അല്ലെങ്കിൽ വിനാഗിരി പോലെയുള്ളവ എന്നിവ ചേർത്താണ് മയോണൈസ് ഉണ്ടാക്കുന്നത്. രുചിക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ്, കുരുമുളക്, മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയ്ക്കൊപ്പം ചെറിയ അളവിൽ വെളുത്ത കടുവും ചേർക്കുന്നുണ്ട്. ഈ മിശ്രിതം കട്ടിയുള്ള ക്രീം രൂപം കൈവരിക്കുന്നത് വരെ ഇതിനെ നന്നായി ഇളക്കേണ്ടതുണ്ട്. എപ്പോഴാണ് മയോണൈസ് വിഷകരമായി മാറുന്നത്? മുട്ടയുടെ മഞ്ഞക്കരു, എണ്ണ, വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങനീര് എന്നിവ ഉപയോഗിച്ച് എമൽസിഫിക്കേഷൻ പ്രക്രിയ ഉപയോഗിച്ചാണ് മയോണൈസ് തയ്യാറാക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മയോണൈസ് തയ്യാറാക്കലും സംഭരണവും ശരിയായ രീതിയിൽ ചെയ്യാത്തപ്പോൾ അത് ബാക്ടീരിയയുടെ പ്രജനനത്തിന് വഴിയൊരുക്കുന്നു. ഇതിനകം എണ്ണയുടെ സാന്നിധ്യം ഇതിനെ കൂടുതൽ കൊഴുപ്പാക്കുന്നു. വാസ്തവത്തിൽ ഒരു സ്പൂൺ മയോണൈസിൽ ഏകദേശം 94 കലോറി ഉണ്ട്. ഇതറിയാതെ തന്നെ നിങ്ങളുടെ കലോറിയുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അഡിക്റ്റീവുകളും പ്രിസർവേറ്റീവുകളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വാണിജ്യപരമായി തയ്യാറാക്കുന്ന മയോണൈസിനെ അപേക്ഷിച്ച് വീട്ടിലുണ്ടാക്കുന്ന മയോണൈസ് ശരിയായി തയ്യാറാക്കി സൂക്ഷിച്ചില്ലെങ്കിൽ ബാക്ടീരിയകളുടെ പ്രജനന കേന്ദ്രമായി മാറുന്നുവെന്ന് ചില പഠനങ്ങൾ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മയോണൈസ് ഉയർന്ന കലോറിയാണ്. ആയതിനാൽ തന്നെ കഴിക്കുന്ന മയോണൈസിന്റെ അളവ് എപ്പോഴും കുറയ്ക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഡയറ്റിംഗിലാണെങ്കിൽ പ്രത്യേകിച്ച്. കാരണം ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരഭാരം കുറയ്ക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് എതിരെ നിൽക്കുന്നവയാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിച്ചേക്കാം. മയോണൈസ് അമിതമായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും. നിങ്ങൾ ദിവസവും ധാരാളം മയോണൈസ് കഴിച്ചാൽ അത് പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കും. നേരെ മറിച്ച് നിങ്ങൾ ഒരു പ്രമേഹ രോഗിയാണെന്നെങ്കിൽ നിങ്ങൾ മയോണൈസ് കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുമാണ്. ശരീരഭാരം കൂടാനുള്ള മരുന്ന്. മയോണൈസ് അമിതമായി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ശരീരഭാരം വർദ്ധിപ്പിക്കും. മയോണൈസിൽ ധാരാളം കലോറി അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇവയിൽ കൊഴുപ്പിന്റെ അളവും വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ മയോണൈസ് അമിതമായി കഴിക്കുന്നത് അമിതവണ്ണത്തിന് കാരണമാകും. ഇതുമൂലം വയറിലെ കൊഴുപ്പ് വളരെ വേഗത്തിൽ വർദ്ധിക്കും. രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. മയോണൈസ് അമിതമായി കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. യഥാർത്ഥത്തിൽ മയോണൈസിൽ ഒമേഗ 6 ഫാറ്റി ആസിഡുകളുടെ അളവ് വളരെ കൂടുതലാണ്. ഇത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും. മയോണൈസ് അമിതമായി കഴിക്കുന്നത് ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഹൃദ്രോഗ സാധ്യത. മയോണൈസ് അമിതമായി കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കും. ഒരു ടേബിൾ സ്പൂൺ മയോണൈസിൽ ഏകദേശം 1.6 ഗ്രാം പൂരിത കൊഴുപ്പ് കാണപ്പെടുന്നു. ഇത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും. ശരീരത്തിലെ ഉയർന്ന കൊളസ്ട്രോൾ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു. തലവേദന, ഓക്കാനം. വിപണിയിൽ ലഭ്യമായ മയോണൈസിൽ പ്രിസർവേറ്റീവുകളും കൃത്രിമ ചേരുവകളും ഉപയോഗിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന MSG ആരോഗ്യത്തിന് വലിയ ദോഷം ചെയ്യുന്നതാണ്. മയോണൈസ് കൂടുതൽ കഴിക്കുന്നത് മൂലം പലർക്കും തലവേദനയും ബലഹീനതയും ഓക്കാനവും തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അലർജി. ചിലർക്ക് മുട്ട കഴിക്കുന്നതിലൂടെ അലർജി പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചർമ്മത്തിൽ ചൊറിച്ചിൽ, ശ്വാസതടസ്സം എന്നീ ബുദ്ധിമുട്ടുകൾ ഇവരിൽ വർദ്ധിക്കാം. കാലറി. ഏറ്റവും അധികം കാലറി അടങ്ങിയ ഒരു ആഹാര പദാർത്ഥം കൂടിയാണ് മയോണൈസ്. ആയതിനാൽ ശരീരഭാരം വർദ്ധിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. കൂടാതെ കുടവയർ വരാനും കരൾ രോഗങ്ങൾ വർദ്ധിക്കാനും ഇവരിൽ സാധ്യത വർദ്ധിക്കുന്നു. ഇത് മാത്രമല്ല അമിതമായ കൊഴുപ്പ് അടങ്ങിയ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. അണുബാധ. മുട്ട ശരിയായ വിധത്തിൽ വേവിച്ച് കഴിച്ചില്ലെങ്കിൽ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന സാൽമോണല്ല എന്ന ബാക്ടീരിയ ദഹന പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാനും ഭക്ഷ്യവിഷബാധ ഏൽക്കാനും കാരണമാകുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പതിവായി മയോണൈസ് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഒട്ടും നന്നല്ല. അതിനാൽ മയോണൈസിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പുറത്തുനിന്ന് മയോണൈസ് വാങ്ങി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ച് മയോണൈസ് തയ്യാറാക്കാവുന്നതാണ്. മയോണൈസിന് പകരം പ്ലെയിൻ യോഗട്ട് സലാഡിനും അതുപോലെ സാൻഡ്വിച്ചിനും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പുറത്തുനിന്നും അമിതമായി കുഴിമന്തി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മയോണൈസ് ചേർത്ത ആഹാരങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. മയോണൈസ് പ്രേമികൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Thank you.